ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കൻ കറിക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ കയ്യിൽ മതിയിട്ടാണ്. പിന്നെ കുറച്ച് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാൻ പറ്റും. കുറച്ച് ചിക്കൻ ഉണ്ടായാൽ മാത്രം മതി. വേറെ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ചിക്കൻ കറി നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഈ ഒരു ബൗൾ നിറയെ ചുവന്നുള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളില്ലേ, അത് സവോള അല്ല, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഒരു ബൗൾ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗൾ നിറച്ചു. എന്നിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത്. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത്തരം സാധനത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇടിച്ച മുളക് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. അത് നമ്മളൊരു 3 ടേബിൾ സ്പൂണാണ് ചില്ലി ഫ്ലേക്സ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. വേറെ ഒരു മുളകും നമ്മളിതിലേക്ക് ഇടുന്നില്ല, ചില്ലി ഫ്ലേക്സ് മാത്രമേ ഉപയോഗിക്കുന്നു. വേറെ മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനെയൊന്നും നമ്മൾ വേറെ ഒരു പൊടികളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ചില്ലി ഫ്ലേക്സ് മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണത്. ഈ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ചിക്കൻ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ അധികം ചിക്കൻ എടുത്തിട്ടില്ല, ഒരു അര കിലോനൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രയും ചിക്കൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഇതിലും കൂടുതലായിട്ട് ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞ് വരുന്ന പോലെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ഒന്നൊരു ബ്ലാക്ക് കളറ് ആവുന്നത് പോലെ നമ്മളിതൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കറക്റ്റ് ആ ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് വന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ ആക്കിയെടുക്കണം. നമ്മൾ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട, ഇതേപോലെ ആക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളതെന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണേക്കാട്ടിലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് അത്യാവശ്യം വെള്ളം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ട, ഇതിനകത്ത് നിന്ന് ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അടച്ചു വെച്ചപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ട, ഇപ്പോൾ അത്യാവശ്യം വെള്ളം അതിനകത്തുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഇനിയും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കണം. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, മൺചട്ടി ആയതുകൊണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയൊന്ന് ഇളക്കിയൊക്കെ നോക്കണം നമ്മൾ, അടിയിൽ പിടിച്ചിട്ടുണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കുക. ഇതിനകത്തുള്ള വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇതേ കണ്ട, ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇപ്പോൾ ഇതിനകത്തുള്ള വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ആ നെയ്മയം, നെയ്യൊക്കെ ഉണ്ടാവില്ലേ, നെയ്യ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വെള്ളം ഫുൾ കംപ്ലീറ്റ്ലി വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം പറ്റിയാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തായിട്ട് ഒരു ഇത്തിരി വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് അധികം ചിക്കനില്ലല്ലോ, ഒരു 1/2 ടീസ്പൂണ് അങ്ങനെ വല്ലതും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചും കൂടെ ഒരു വേറെ ടേസ്റ്റ് വരും. ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഗരം മസാല ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല. അതൊന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ല, ഞാൻ ഇനി അധികം പറയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.